കുറഞ്ഞ പലിശയ്ക്ക് അപ്പുറത്തെ ബാങ്ക് എനിക്ക് ഈ ലോൺ അങ്ങോട്ട് എടുക്കും എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളത് എൻ്റെ അവകാശമാണ്. നിങ്ങളുടെ സ്വന്തം ക്യാഷ് കൊണ്ടുവന്ന് അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ പെനാൽറ്റി എടുക്കില്ല. പക്ഷേ ഇത് നിങ്ങൾ മറ്റൊരു ബാങ്കിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഫോർക്ലോസ് ചാർജ് എടുക്കും. സർവീസ് ആണെന്ന് പറയുമ്പോഴും ഇപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്. ഇപ്പം ATM-ൽ പോയി ഒരാൾ ക്യാഷ് എടുക്കുന്നതും ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയി ചെക്ക് കൊടുത്ത് ക്യാഷ് എടുക്കുന്നതും തമ്മിൽ ബാങ്കിൻ്റെ കോസ്റ്റിൽ വലിയ മാറ്റങ്ങളുണ്ട്. ബാങ്കുകൾ പൊതുവെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് ബാങ്കിങ്ങിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും കസ്റ്റമറെ മറന്നു പോകരുത്. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞ 1-2 ചെറിയ കാര്യങ്ങൾ നമുക്ക് വളരെ സ്ട്രൈക്കിംഗ് ആണ്. എംപതി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, അത് നമ്മൾ ബാങ്കുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കണം. ടെക്നോളജിക്കലി ഹൈടെക് വിത്ത് ഹ്യൂമൻ ടച്ച്. ട്രാൻസ്പെറൻസി ഉണ്ടാവേണ്ടത് 2 കാര്യങ്ങളാണ്. എന്തൊക്കെ രീതിയിലാണ്, എന്തൊക്കെ നിബന്ധനകളാണ് ഈ വായ്പയുടെ കാര്യത്തിൽ ഈ ബാങ്കുകൾ വെച്ചിട്ടുള്ളത്. ഇപ്പോഴും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റുകൾ നമ്മൾ കാണാം 3.5% പെർ മന്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആളുകൾ വിചാരിക്കുന്നത് 3.5% പലിശയാണെന്നാണ്. യഥാർത്ഥത്തിൽ 3% അല്ല. ഓരോ അക്കൗണ്ടിലും എത്രമാത്രം മിനിമം ബാലൻസ് വെക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു അതാത് ബാങ്കുകൾ. നാം എല്ലാവരും പലതരം വായ്പകൾ എടുത്തിട്ടാണ് നമ്മളുടെ ജീവിതാവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കയ്യിൽ കുറച്ച് പണം അധികമായി വരുമ്പോൾ നമുക്ക് വായ്പ മുൻകൂറായി തിരിച്ചടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കാര്യത്തിൽ റിസർവ് ബാങ്ക് അടുത്തിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റും നിലവിൽ റിസർവ് ബാങ്കിൻ്റെ ഇൻറ്റേർണൽ ഓംബുഡ്സ്മാനുമായ ശ്രീ ബാബു കെ ആണ്. ഇതെന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങളെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. റിസർവ് ബാങ്ക് പുതുവർഷ സമ്മാനമായിട്ട് വായ്പ എടുക്കുന്നവർക്കൊരു പ്രീ ക്ലോഷറുമായിട്ട് ബന്ധപ്പെട്ട ചില ഇളവുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് എന്തൊക്കെയാണ്? നമുക്കതൊന്ന് അറിഞ്ഞാൽ നമ്മുടെ വായ്പക്കാർക്കെല്ലാം, വായ്പ എടുക്കുന്നവർക്കെല്ലാം ഉപകാരപ്രദമായിരിക്കും. ആദ്യമേ തന്നെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമങ്ങൾ ബാങ്ക് ഇടപാടുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളതും കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്ന ചില കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും സഹായിക്കുന്ന ഒരു വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നമുക്കറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപാടുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വരുന്ന ഒരു തീരുമാനങ്ങളും നയങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ തീരുമാനങ്ങൾ എടുത്ത് പബ്ലിഷ് ചെയ്തിരുന്നു. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞത് ഇത് പുതുവർഷത്തിൽ ജനുവരി 1, 2026 മുതലായിരിക്കും ഈ പറഞ്ഞ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക എന്നാണ്. അപ്പോൾ അതിന് ബാങ്കുകൾക്ക് ഈ കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റിൽ മാറ്റം വരുത്താനോ നയങ്ങളിൽ മാറ്റം വരുത്താനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സാവകാശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തത്. അപ്പോൾ അതനുസരിച്ചാണ് ഈ പുതുവർഷത്തിൽ ജനുവരി 1 മുതൽ ഈ വായ്പ എടുത്തിട്ടുള്ള ബാങ്ക് ഇടപാടുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ കൂടുതൽ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഈ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. നമുക്കറിയാം, നേരത്തെ മുതൽ തന്നെ ബാങ്കുകൾ വായ്പ എടുത്തിരിക്കുന്ന ഇടപാടുകൾ എടുത്തിരിക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കുന്ന സമയത്ത് അതിനൊരു പെനാൽറ്റി വേണം, പിഴ അടയ്ക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനം ബാങ്കുകളിൽ പൊതുവെ ഉണ്ടായിരുന്നു. മുൻകൂർ തിരിച്ചടവ് സമയാസമയങ്ങളിൽ അടയ്ക്കുന്നതിനല്ല, മുൻകൂർ അടച്ചു തീർക്കുന്നതിന് ഒരു പിഴ അടയ്ക്കണം എന്ന് പറയുന്ന ഒരു പെനാൽറ്റി അടയ്ക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനം ബാങ്കുകൾ പൊതുവെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എടുത്തിരുന്നു. അപ്പോൾ ആ തീരുമാനത്തിൽ പിന്നീട് മുന്നോട്ട് പോയ സമയത്ത് ഇടപാടുകാർക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു തീരുമാനമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മനസ്സിലാക്കുകയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ കാര്യത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇടപെടുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സാർ, ഇത് വ്യക്തികൾക്കും ഇല്ലേ? ഉണ്ട്. അല്ല, അതെ, വ്യക്തികൾക്കും ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇതുപോലെ ഈ MSC മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസിനായിരുന്നു BCA-SBI ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം വ്യക്തികളുടെ ലോണുകൾ, ഉദാഹരണത്തിന് ഭവന വായ്പ എടുത്തിരിക്കുന്ന ആളുകൾ, വാഹന വായ്പ എടുത്തിരിക്കുന്ന ആളുകൾ, വ്യക്തിഗത വായ്പകൾ, പേഴ്സണൽ ലോൺ എടുത്തിരിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളുടെയൊക്കെ ലോൺ തിരിച്ചടയ്ക്കുമ്പോഴും ബാങ്കുകൾ പീനൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പിഴ പലിശ ഈടാക്കുന്ന ഒരു തിരിച്ചടയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ മുൻകൂട്ടി തിരിച്ചടയ്ക്കുമ്പോൾ ഫോർക്ലോഷർ അല്ലെങ്കിൽ പ്രീ ക്ലോഷർ എന്ന് പറയും. അത് ഇതുപോലെ ബാങ്ക് ഇടപാടുകാർക്കൊരു ബുദ്ധിമുട്ട് വന്നു. പ്രത്യേകിച്ച് മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആയ സമയത്ത് കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടായി. ധാരാളം മറ്റു ബാങ്കുകളും സ്ഥാപനങ്ങളെല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ടേംസ് അനുസരിച്ചോ പലിശ കുറഞ്ഞോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സംവിധാനങ്ങൾ അനുസരിച്ചോ ഇടപാടുകൾ നടത്താനുള്ള സൗകര്യം അനുസരിച്ചൊക്കെ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിലേക്ക് പോകാനുള്ള ഇടപാടുകാരൻ്റെ അവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ പാടില്ല എന്നുള്ള ഒരു തോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നീട് ഈ MSCക്ക് മാത്രം പോരാ, വ്യക്തികൾ എടുത്തിരിക്കുന്ന ലോണുകളാണെങ്കിലും അത് അവരുടെ ആവശ്യങ്ങൾക്കാണെങ്കിൽ, കൺസ്യൂമർ ആവശ്യങ്ങൾക്കാണെങ്കിൽ
ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ ആണെങ്കിൽ, ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ റീപ്പോ റേറ്റോ അതുപോലെ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ലോൺ വായ്പയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ, അങ്ങനെ ചെയ്തിരിക്കുന്ന വായ്പകളാണെങ്കിൽ, വ്യക്തികൾ എടുത്തിരിക്കുന്ന വായ്പകളാണെങ്കിലും വ്യക്തിഗത ആവശ്യങ്ങൾക്കാണെങ്കിൽ ഫോർക്ലോഷർ ചാർജസ് എടുക്കാൻ പാടില്ല എന്നൊരു നിയമവും കൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. ബിസിനസ് പർപ്പസിനാണെങ്കിൽ ഒഴിവുണ്ടായിരുന്നില്ല. ഇതായിരുന്നു നിലവിലുണ്ടായിരുന്ന സംവിധാനം. ഇപ്പം നിലവിലുണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? വ്യക്തികൾ എടുത്തിരിക്കുന്ന ലോണുകൾ, വ്യക്തിഗത വായ്പകൾ അവരുടെ കൺസപ്ഷൻ ആവശ്യത്തിനാണെങ്കിൽ, ബിസിനസ് ആവശ്യത്തിനല്ലെങ്കിൽ, ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ പെനാൽറ്റി എടുക്കാൻ പാടില്ല, പ്രീ ക്ലോഷർ ചാർജസ് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ MSME ആണെങ്കിലും എടുക്കാൻ പാടില്ല. ഇതായിരുന്നു നിലവിലുണ്ടായിരുന്ന നിയമം. അവിടെയാണ് ഇപ്പോൾ ഒരു പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് വ്യക്തികൾ എടുത്തിരിക്കുന്ന ലോണുകൾ അവരുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴും, പുതിയ ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകളാണെങ്കിൽ ഇപ്പോഴും ഫോർക്ലോഷർ ചാർജ് എടുക്കാൻ പാടില്ല. ഏതെങ്കിലും ഇപ്പോൾ വ്യക്തികളാവട്ടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവട്ടെ ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തിരിക്കുന്ന വായ്പകളാണെങ്കിൽ ഈ ആനുകൂല്യം ലഭ്യമാവില്ല. ഫ്ലോട്ടിംഗ് റേറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകുന്നുള്ളൂ. അതിൽ തന്നെ വ്യക്തികൾ എടുത്തിരിക്കുന്ന വായ്പകളാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തിഗത ആവശ്യങ്ങൾക്ക് എടുത്തിരിക്കുന്ന ലോണുകൾക്കാണ് ഒഴിവാക്കി കൊടുക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ആവശ്യത്തിനാണെങ്കിലും എടുക്കാൻ പാടില്ല. ഇപ്പോൾ ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്കുകൾ ആണെങ്കിൽ വ്യക്തികൾ എടുത്തിരിക്കുന്ന ലോണുകൾ ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകളാണെങ്കിൽ അത് വ്യക്തിഗത ആവശ്യങ്ങൾക്കാണെങ്കിലും ബിസിനസ് ആവശ്യത്തിനാണെങ്കിലും ഇപ്പോൾ ഈ ഫോർക്ലോഷർ ചാർജസ് എടുക്കാൻ പാടില്ല. അത് വലിയൊരു മാറ്റമാണ് ഇൻഡിവിജ്വൽ ആൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഈ പുതിയ നിയമം അനുസരിച്ച് അതിൽ നിന്ന് കുറച്ച് 2-3 ബാങ്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ബാങ്കുകളാണ്, ഒന്ന് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പോലെയായിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ. ഇത്തരം ബാങ്കുകളാണെങ്കിൽ അവിടെ അവർക്ക് 50 ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണെങ്കിൽ മാത്രമേ ഫോർക്ലോഷർ ചാർജസ് എടുക്കാൻ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. 50 ലക്ഷം രൂപയ്ക്ക് മേലെയാണ് വായ്പാ തുകയെങ്കിൽ അവിടെ അവർക്കത് എടുക്കാം. ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ ആണെങ്കിലും എടുക്കാം. ചെറിയ ബാങ്കുകളായതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു എമൗണ്ട് വരെ ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ 75% ലോണുകളും 25 ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കണം എന്ന് റിസർവ് ബാങ്കിൻ്റെ ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ അവരുടെ വായ്പകളെല്ലാം അധികം തന്നെ 25-നോ 50-നൊക്കെ മതിയായിരിക്കും. അപ്പോൾ 50 ലക്ഷം വരെയുള്ള ലോണുകളാണെങ്കിൽ, ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകളാണെങ്കിൽ മാത്രമേ ഈ ഫോർക്ലോഷർ ചാർജസ് ഒഴിവാക്കി കൊടുക്കേണ്ടതുള്ളൂ. സ്മോൾ ഫിനാൻസ് ബാങ്കിനും റീജിയണൽ റൂറൽ ബാങ്കിനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മൂലമായിട്ടുള്ള റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും. അല്ലാത്ത കമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഫ്ലോട്ടിംഗ് റേറ്റ് ലോണൊക്കെ ആണെങ്കിൽ വ്യക്തികൾക്ക് പൂർണ്ണമായിട്ടും, MSMEക്ക് ഇതുപോലെ ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകളാണെങ്കിൽ ഈ റൂറൽ ബാങ്ക്, ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്ക് ഒഴിച്ച് മറ്റുള്ള എല്ലാ ആളിലും ഇതുപോലെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് പെനാൽറ്റി എടുക്കാൻ പാടില്ല, പിഴപ്പലിശ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുക. ഇത് മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വായ്പ എടുത്തിട്ടുള്ള ഇടപാടുകാർക്ക് എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുക? അത് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വായ്പ എടുത്തിരിക്കുന്ന ഒരു ഇടപാടുകാർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭവന വായ്പ എടുത്തിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഭവന വായ്പ ഞാൻ എടുത്തിരിക്കുന്നത് ബാങ്ക് A എന്ന് പറയുന്ന ബാങ്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഞാനവിടെ ഭവന വായ്പ എടുത്തിരിക്കുന്നതിൻ്റെ ഞാൻ അവിടെ കൊടുക്കുന്ന പലിശ 8% പലിശയ്ക്കാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ബാങ്ക് B ആണെങ്കിൽ എനിക്ക് 7% തന്നെ ഈ ലോൺ കിട്ടും. ബാങ്ക് B ഇത് 7% പലിശയ്ക്ക് ഇതെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഭവന വായ്പ നമുക്കറിയാം 15 വർഷം 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന വായ്പകളാണ്. ഈ 15 വർഷവും 20 വർഷവും 1% പലിശ കൂടുതലായിട്ട് ഞാൻ ബാങ്ക് Aയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇടപാടുകാർ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ബാങ്ക് Aയോട് തന്നെ ചോദിക്കും, എനിക്ക് നിങ്ങൾ പലിശ കുറച്ച് തരാമോ, എനിക്ക് മറ്റൊരു ബാങ്ക് പലിശ കുറച്ച് തരാൻ തയ്യാറുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ബാങ്ക് പലിശ കുറച്ച് കൊടുക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇടപാടുകാർക്ക് ഇവിടെ നിൽക്കാൻ വേറെ വിരോധമൊന്നും ഉണ്ടാവില്ല. പലിശയാണ് തീരുമാനം എടുക്കുന്നതിൻ്റെ മേജർ ഫാക്ടറെങ്കിൽ സേവനം മുതലായിട്ട് കാര്യങ്ങളിലുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണത്താലൊക്കെ മാറുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ പലിശയാണെങ്കിൽ പലിശ കുറച്ച് തരാം, അവിടുത്തെ പലിശയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെയും ഞങ്ങൾ തരാം, ഇനി മുതൽ അത് അടച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഇടപാടുകാരോട് നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ബാങ്കുകൾ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പലിശ കുറച്ച് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ തീരുമാനം എടുക്കുന്ന പതിവ് കാണാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇടപാടുകാർക്ക് കുറഞ്ഞ പലിശയ്ക്ക് അപ്പുറത്തെ ബാങ്ക് എനിക്ക് ഈ ലോൺ അങ്ങോട്ട് എടുക്കും എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളത് എൻ്റെ അവകാശമാണല്ലോ. അത് കോമ്പറ്റീഷൻ എനിക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് എനിക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമാണ്. അപ്പോൾ അങ്ങനെ മാറാനുള്ളൊരു സൗകര്യം ഇങ്ങനെ ഒരു തീരുമാനം വഴി വ്യക്തികൾക്ക് സാധിക്കും. ഇപ്പോൾ മറ്റൊരു കാര്യം, വ്യക്തികളെടുത്തിരിക്കുന്ന ബിസിനസ് വായ്പകളാണെങ്കിൽ പോലും
ആ രീതിയിൽ ഇപ്പം എനിക്ക് ആ സൗകര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പിന്നെ ഈ ചെറുകിട സൂക്ഷ്മ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം, സ്മോൾ ആൻഡ് ഈ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ BCA-SBI ഡിസോൾവ് ചെയ്തതിന് ശേഷം ചില ബാങ്കുകൾ പറയുമായിരുന്നു, നിങ്ങളുടെ സ്വന്തം ക്യാഷ് കൊണ്ടുവന്ന് അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ പെനാൽറ്റി എടുക്കില്ല, ഫോർക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്വന്തം ഫണ്ടിൽ നിന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ വസ്തു വിറ്റിട്ട് ക്യാഷ് കൊണ്ടുവരുന്നതാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫോർക്ലോസ് ചാർജ് എടുക്കില്ല. പക്ഷേ ഇത് നിങ്ങൾ മറ്റൊരു ബാങ്കിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾ ഫോർക്ലോസ് ചാർജ് എടുക്കും എന്നൊക്കെ ചില ബാങ്കുകളുടെ ഇന്റേണൽ കണ്ടീഷൻസ് വെച്ചിരുന്നു. പക്ഷേ ഈ കണ്ടീഷൻസ് യഥാർത്ഥത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമത്തിന് അത്രയും അങ്ങോട്ട് ചേർന്ന് പോകുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ പോലും അങ്ങനെ ചില ബാങ്കുകൾ ചില കണ്ടീഷൻസൊക്കെ വെച്ച് ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുകയും അത് പരാതിയായിട്ട് റിസർവ് ബാങ്കിലേക്ക് പോവുകയും പിന്നെ അതിനെ റിസർവ് ബാങ്കിൻ്റെ പരാതി പരിഹാര സംവിധാനത്തിലൊക്കെ തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതും കൂടെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, ഈ MSC ആണെങ്കിൽ എടുക്കാൻ പാടില്ല. അതുപോലെ ചെറിയ ബാങ്കുകൾക്കാണെങ്കിൽ 50 ലക്ഷം വരെ മാത്രം കുറിച്ച് കൊടുത്താലും മതി. ഈ വ്യക്തികളുടെ ബിസിനസ് ലോണുകളാണെങ്കിലും എടുക്കാൻ പാടില്ല എന്നുള്ള വളരെ ക്ലാരിറ്റിയോട് കൂടിയ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ബാങ്ക് ഇടപാടുകാർക്ക് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പോകാൻ ഇപ്പോൾ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. ഫ്ലോട്ടിംഗ് റേറ്റ് ആണെങ്കിൽ അവർക്ക് മാറാനുള്ള സൗകര്യമുണ്ട്. അതിൽ പ്രത്യേകിച്ച് വേറെ ഓരോരോ ബാങ്കുകളുടെ നിയമങ്ങൾ ഇപ്പോൾ അവിടെ പ്രാബല്യത്തിൽ ഉണ്ടാവില്ല, അതിന് യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. അപ്പോൾ 1/1/2026 മുതൽ വന്നിരിക്കുന്ന മാറ്റം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന നിയമമല്ലാതെ മറ്റൊരു നിയമവും ഇപ്പോൾ വാലിഡ് അല്ല. അങ്ങനെയുള്ളൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വായ്പ എടുത്തിട്ടുള്ളവർക്ക് വളരെ ആശ്വാസമുള്ള ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും. പക്ഷേ സാറേ, ഈ തീരുമാനം ബാങ്കുകളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ബാങ്കുകളെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു കമേഴ്സ്യൽ ബിസിനസ് ആംഗിളിലാണ്. നേരത്തെ അവർക്ക് വായ്പ വേണം. അതെ, വായ്പ വേണം. രണ്ട് രീതിയിലാണ്. ഒന്ന് ബാങ്ക് സർവീസ് ആണെന്ന് പറയുമ്പോഴും ഇപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്, കമേഴ്സ്യൽ ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം ഒരു ഇൻഡസ്ട്രിയുടെ സ്വഭാവമാണ്. ഇൻഡസ്ട്രിയുടെ സ്വഭാവത്തിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. അത് അവരുടെ പിന്നെ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ ഷെയർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളാണെങ്കിൽ ഷെയർ പ്രൈസും അതിൻ്റെ അനുസരിച്ചുള്ള രീതിയിലുള്ള മുന്നോട്ട് പോകേണ്ടതൊക്കെ ആവശ്യമാണ്. അപ്പം പ്രോഫിറ്റോട് കൂടെ മാത്രമേ, ബോട്ടം ലൈൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇപ്പോൾ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം, ഈ പ്രീ ക്ലോഷർ ചാർജസ് തീർച്ചയായിട്ടും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ബാങ്കിൻ്റെ അതർവൈസ് ബാങ്കിന് കിട്ടിയിരുന്ന റവന്യൂയിൽ അല്പം കുറവ് വരുത്താൻ കാര്യമുണ്ട്. പക്ഷേ അത് വലിയൊരു ഫാക്ടറായിട്ട് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണേണ്ടതില്ല. കാരണം കൂടുതൽ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുകാരുടെ കൂടുതലായിട്ടുള്ള കൺവീനിയൻസ് ഒക്കെ നോക്കി വരുമ്പോഴും കോമ്പറ്റീഷൻ ലീഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആക്കി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഡെഫിനേഷൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് മാറ്റി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ബാങ്കുകൾക്കിടെ റവന്യൂയിൽ അല്പം ഒരു കുറവുണ്ടാവുമെങ്കിലും ലോങ് റണ്ണിൽ ബാങ്കുകൾ അത് ഫാക്ടർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഷോർട്ട് ടൈമിൽ ദെർ മേ ബി ലിറ്റിൽ റവന്യൂ റിലേറ്റഡ് ഒരു ചെറിയൊരു കുറവുണ്ടാവും. പക്ഷേ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ഫാക്ടർ ചെയ്തിട്ടായിരിക്കും ബാങ്കുകൾ പോകുന്നത്. അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻ്റ് ആണ് ബാങ്കുകളുടെ ഒരു ചലഞ്ചായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫോർക്ലോഷർ ചാർജ് എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാങ്കുകൾ പറയും, ഞങ്ങൾ ലോൺ കൊടുത്തു, ക്യാപിറ്റൽ അതിന് വേണ്ടി മാറ്റിവെച്ചു, വളരെ പെട്ടെന്ന് പണം തിരിച്ചടച്ചു, അപ്പോൾ ഞങ്ങൾക്ക് ക്യാപിറ്റൽ കോസ്റ്റ് അവിടെ ഇൻകറേജ് ചെയ്തു, ഞങ്ങളുടെ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് റീഡിപ്ലോയ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല, സെയിം പ്രൈസിങ് കിട്ടുമോ എന്നറിയില്ല. അങ്ങനെയൊക്കെ ചില ഒരു ബാങ്ക് റൺ ചെയ്യുന്നതിനുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ടാണ് ഫോർക്ലോഷർ ചാർജസ് ബാങ്കുകൾ കൊണ്ടുവന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇടപാടുകാരുടെ അവകാശങ്ങളുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് റെഗുലേറ്റർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് അങ്ങനൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ എന്തായാലും റെഗുലറായിട്ട് ബാങ്കിൽ പോകും, നമ്മുടെ ബ്രാഞ്ചിൽ ആരൊക്കെയാണോ ഉള്ളതെന്നറിയാം, അല്ലെ ബാങ്കിൻ്റെ ബ്രാഞ്ചിലുള്ളവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ അറിയാം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇടപാടുകളെല്ലാം ഡിജിറ്റലാണ്. ഒന്നെങ്കിൽ നെറ്റ് ബാങ്കിങ്, അതിനേക്കാളും കൂടുതൽ UPI പോലെയുള്ള ഡിജിറ്റൽ ഇടപാടുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ബാങ്കിങ് രംഗത്ത് വ്യാപകമായിട്ടുള്ളത്. സത്യത്തിൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള ആ ബന്ധം അങ്ങ് മുറിഞ്ഞിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഈ അടുത്ത ഇടയ്ക്ക് അത് വീണ്ടും വിളക്കി ചേർക്കാനായിട്ടുള്ള ചില നടപടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഇത് വളരെ ഒരു ട്രിക്കി സിറ്റുവേഷനാണ്. ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ്, വീഡിയോ ബാങ്കിങ്, IVR, അതുപോലെ ഫോൺ ബാങ്കിങ്, ഇതെല്ലാം നമ്മൾ കുറച്ച് നാളുകളായിട്ട് ബാങ്കിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്.
നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തെ ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തി കാണിക്കുന്ന വലിയ രീതിയിലുള്ള മതിപ്പുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ UPI പോലെയൊക്കെയുള്ള നമ്മുടെ ആ ഒരു പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമൊക്കെ വലിയ രീതിയിൽ ഇന്ത്യൻ ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇത് ഇലക്ട്രോണിക് ബാങ്കിങ്ങിലേക്കും മൊബൈൽ ബാങ്കിങ്ങിലേക്കും അതുപോലെയൊക്കെയുള്ള ബാങ്കിങ് സംവിധാനത്തിലേക്ക് ബാങ്കുകൾ മാറുമ്പോൾ ബാങ്കുകൾ കാണുന്നത് രണ്ട് രീതിയിലാണ് അതിനെ കാണുന്നത്. ഒന്ന്, ഇടപാടുകാർക്ക് കൂടുതൽ സിമ്പിളായിട്ടുള്ള, കൂടുതൽ സൗകര്യപ്രദമായിട്ട്, കൺവീനിയൻ്റ് ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സർവീസസ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. അതാണ് ബാങ്കുകൾ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന, ഇടപാടുകാർക്ക് ഓഫർ ചെയ്യുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ. അതേസമയം ബാങ്കുകൾക്ക് അതുവഴി ബാങ്കുകളുടെ എഫിഷ്യൻസി വർദ്ധിക്കും, ബാങ്കുകൾക്ക് കോസ്റ്റ് കുറയും, അതായത് സർവീസ് ഡെലിവറി കോസ്റ്റ് കുറയും. ഇപ്പം ATMൽ പോയി ഒരാൾ ക്യാഷ് എടുക്കുന്നതും ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയി ചെക്ക് കൊടുത്ത് ക്യാഷ് എടുക്കുന്നതും തമ്മിൽ ബാങ്കിൻ്റെ കോസ്റ്റിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതുപോലെ മൊബൈൽ ബാങ്കിങ്ങിലേക്കും ഇലക്ട്രോണിക് ബാങ്കിങ്ങിലേക്കും ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ബാങ്കിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ബാങ്കിൻ്റെ കോസ്റ്റ് കുറച്ചിട്ട് ഇക്കണോമി ഓഫ് സ്കെയിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ വോളിയം എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ വളരെ എഫിഷ്യൻ്റായിട്ട്, ഇഫക്റ്റീവായിട്ട്, ബെറ്ററായിട്ട് ബാങ്കിങ് സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും, കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതേസമയം കസ്റ്റമേഴ്സിന് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കാനും സാധിക്കും. ഇതാണ് നമ്മൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ മൊബൈൽ ബാങ്കിങ് സംവിധാനങ്ങളുടെയൊക്കെ ഒരു ആകെ നമ്മൾ കാണുന്ന ഫുൾ സർക്കിൾ കാണുന്ന ഒരു രീതി. അതേസമയം ഇവിടെ വരുന്ന ഒരു വിഷയം, ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ബാങ്കുകൾ കസ്റ്റമേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ ബാങ്കിലേക്ക് വരിക വേണ്ട, കസ്റ്റമറുടെ ചോയ്സാണ് ഞാൻ ബാങ്കിൽ പോയി ചെയ്യണമോ അതോ ഞാൻ എൻ്റെ തന്നെ ഡിവൈസിൽ ഇത് ചെയ്യണമോ, ഇലക്ട്രോണിക് ബാങ്കിങ് സംവിധാനങ്ങൾ ഞാൻ യൂസ് ചെയ്യണമോ അതോ ഞാൻ ബാങ്കിൽ പോയി ഈ സേവനങ്ങൾ നേരിട്ട് ചെയ്യണമോ. ഇത് കസ്റ്റമറുടെ ചോയ്സാണ്, അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ഈ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ഈ സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിന് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ബാങ്കുകൾ പൊതുവെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് ബാങ്കിങ്ങിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ തന്നെയാണ്. ഇവിടെ ഒരു കസ്റ്റമർ സർവീസ് ആംഗിളിൽ ഇവിടെ വലിയൊരു രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപാണ് എല്ലാ ബാങ്കുകളുടെയും മാനേജിംഗ് ഡയറക്ടേഴ്സിനെയും ബോർഡ് മെമ്പർമാരെയും ഓംബുഡ്സ്മാൻമാരെയും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ തന്നെ ഒരു മീറ്റിംഗ് നടത്തിയതും അവിടെ വെച്ച് പറഞ്ഞത് കസ്റ്റമറെ മറന്നു പോകരുത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും കസ്റ്റമറെ മറന്നു പോകരുത്. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞ 1-2 ചെറിയ കാര്യങ്ങൾ നമുക്ക് വളരെ സ്ട്രൈക്കിംഗ് ആണ്. സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ വന്ന് ബാങ്കിൽ നമുക്കൊരു പാസ്ബുക്ക് പതിക്കാൻ പറയുമ്പോൾ മൊബൈൽ ബാങ്കിങ്ങിലുണ്ടല്ലോ എന്ന് പറയരുത്. എംപതി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി അത് നമ്മൾ ബാങ്കുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയും ഉണ്ടാവണം. സിസ്റ്റംസ്, ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ്, ടെക്നോളജി എല്ലാം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യണില്ല. അത് ബാങ്കിലെ ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കസ്റ്റമറുടെ ഒരു ക്വറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അറിയാതെ തുക പോയി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വളരെ ടെക്നിക്കലി ഡിസ്കസ് ചെയ്താൽ മാത്രം പോരാ, അതിന് എംപത്തറ്റിക്കലി അദ്ദേഹത്തിനോട് പറയാനും ആ കാര്യങ്ങൾ റിസോൾവ് ചെയ്യാനുമുള്ള ഒരു സംവിധാനവും കൂടെ അല്ലെങ്കിൽ അതിന് രീതിയിലുള്ളൊരു മനസ്സും കൂടെ ബാങ്കുകൾക്ക് ഉണ്ടാവണം. ഇതാണ് ഈ ഡിസ്കഷൻ്റെ വളരെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ്. അതാണ്. അപ്പോൾ ബാങ്കുകൾ മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യം ഉള്ളത്, ബാങ്കിങ് ബിസിനസ് ആകമാനം തന്നെ ഒരു ട്രസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ ട്രസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് എന്താണ് ആ ട്രസ്റ്റ്? എൻ്റെ ബാങ്കർ എൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊള്ളും, ഞാൻ ഈ ബാങ്കിൽ സുരക്ഷിതമാണ്, എൻ്റെ ഫണ്ട് സുരക്ഷിതമാണ്, എൻ്റെ ആവശ്യങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടത്തി കിട്ടും എന്ന് പറയുമ്പോൾ നമ്മളതിനെ വെറും ഒരു ടെലി ബാങ്കിങ്ങോ വീഡിയോ ബാങ്കിങ്ങോ അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ്ങോ ആയി ചുരുക്കി കാണാൻ പാടില്ല എന്നുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ റിലവൻ്റായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രോണിക് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും എല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോലും പ്രത്യേകിച്ചും ബാങ്ക് ജോലിക്കാർ എംപതി കൈവിടരുത്. കസ്റ്റമേഴ്സിനെ അവരുടെ ആവശ്യം അനുസരിച്ച് ഹ്യൂമൻ എലിമെൻറ്റോടുകൂടെ, ഹ്യൂമൻ ടച്ചോടുകൂടെ അത് കൈകാര്യം ചെയ്യണം. അതായത് ഹൈടെക് ആയിരിക്കണം, ടെക്നോളജിക്കലി ഹൈടെക് വിത്ത് ഹ്യൂമൻ ടച്ച്. അത് വേണം എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഊന്നി പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ മാത്രമേ ബാങ്കുകളിൽ ഏതൊരു ഇൻഡസ്ട്രി ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ. ആ ഒരു ട്രസ്റ്റ് എലമെൻറ്റ്, കോൺഫിഡൻസ്, എംപതി എല്ലാം നിലനിർത്തിക്കൊണ്ട് മാത്രമേ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ. RBI പിന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്,
ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എല്ലാ ഇടപാടുകളിലും ഒരു സുതാര്യത വേണം. വേണം അങ്ങനെ വേണം എടുത്ത് ഈ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ എങ്ങനെയാണ് ഇതുപോലൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ കഴിയുക? പ്രത്യേകിച്ചും ബാങ്കറും കസ്റ്റമറും തമ്മിൽ മുഖാമുഖം കാണുന്നില്ല, എന്നാൽ ഇത്തരം ഇടപാടുകൾ വളരെ കൂടുന്നുണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ബാങ്കിലെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ ഡാറ്റ, ഉദാഹരണത്തിന് എൻ്റെ അക്കൗണ്ടിൽ എന്തെല്ലാം ഇടപാടുകൾ നടന്നു എന്നെനിക്കറിയാൻ മൊബൈൽ ബാങ്കിങ് മതി. അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എത്രമാത്രം ഇപ്പോൾ ബാലൻസ് ഉണ്ട് ഇതറിയാൻ എനിക്ക് മൊബൈൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതറിയാനായിട്ടുള്ള ഫോൺ ബാങ്കിങ് ഉണ്ട്, അതുപോലെ മറ്റ് ധാരാളം സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ മറ്റേതെങ്കിലും സേവനങ്ങൾ കിട്ടാനാണെങ്കിൽ പോലും എനിക്കൊരു ചെക്ക് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് മൊബൈൽ ബാങ്കിങ് വഴിയൊക്കെ ചോദിച്ചാലും മതി, അല്ലെങ്കിൽ ATM വഴിയാണെങ്കിൽ ചോദിച്ചാലും മതി. പക്ഷേ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ പോലും പല അവസരങ്ങളിലും ഇത് കൊടുക്കുന്ന ഈ ഒരു ഡോക്യുമെൻ്റ് ഒരു പക്ഷേ കസ്റ്റമർക്ക് അത് ലെജിബിൾ ആവണമെന്നില്ല, ഇടപാടുകാരന് ഇത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ലെജിബിൾ ആവണമെന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും ബാങ്കുകൾ യൂസ് ചെയ്യുന്ന വാക്കുകളോ അതിൽ എഴുതുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഇടപാടുകാർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, ബാങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു എക്സാമ്പിൾ പറയാം, പാസ്ബുക്കിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, എന്താണ് ഈ ഒരു ഇടപാടിൻ്റെ സ്വഭാവം എന്താണ് എന്ന് എഴുതാനായിട്ട് ഒരു പക്ഷേ 20 ക്യാരക്ടറോ 25 ക്യാരക്ടറൊക്കെ ഉള്ളാവുന്ന ചെറിയൊരു സ്പേസേ ഉള്ളായിരിക്കും. അപ്പോൾ അവിടെ ചെറുതായിട്ട് എന്തെങ്കിലും നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടായിരിക്കും 1000 രൂപ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ 1000 രൂപ എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് എന്ന് ഒരു പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം ഇടപാടുകാർക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഇടപാടുകാർക്ക് അത് കൂടുതൽ ക്ലിയർ ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് ഒരു കാര്യം. അത് നമ്മൾ നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണ്, സേവിങ്സ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ, നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണ്. അത് ലോണിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറേയും കൂടെ വളരെ ഗൗരവമാണ്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ ബാങ്കിങ് അതുപോലെയൊക്കെയുള്ള ബാങ്കുകൾ വരുന്ന സമയത്ത് ബാങ്കുകൾ ഡിജിറ്റൽ ലോണുകൾ കൊടുക്കുന്നുണ്ട്, ഇലക്ട്രോണിക് ലോണുകൾ കൊടുക്കുന്നുണ്ട്, ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഒരു സംവിധാനത്തിൽ ബാങ്കുകൾ ഇതുപോലുള്ള വായ്പകൾ കൊടുക്കുമ്പോൾ വായ്പ ആവശ്യമുള്ള ഒരു ഇടപാടുകാരനാണെങ്കിൽ പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും മുഴുവനും വായിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഇതെല്ലാം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എഗ്രി ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ടിക്ക് ചെയ്താൽ മതി എന്ന് പറയും. ടിക്ക് ചെയ്യുന്നതോട് കൂടെ തന്നെ ലോൺ കിട്ടും. പക്ഷേ എന്താണ് ഞാൻ എഗ്രി ചെയ്തിരിക്കുന്നത് എന്ന് മുഴുവൻ വായിക്കാനോ മനസ്സിലാക്കാനോ പല ഇടപാടുകാർക്കും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും റിസർവ് ബാങ്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ട്രാൻസ്പെറൻസി ഉണ്ടാവണം. ട്രാൻസ്പെറൻസി ഉണ്ടാവേണ്ടത് 2 കാര്യങ്ങളാണ്. എന്തൊക്കെ രീതിയിലാണ്, എന്തൊക്കെ നിബന്ധനകളാണ് ഈ വായ്പയുടെ കാര്യത്തിൽ ഈ ബാങ്കുകൾ വെച്ചിട്ടുള്ളത്, അത് ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കീ ഫാക്ടർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന KFS എന്ന് പറയും. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിരിക്കണം വായ്പാ തുക, വായ്പയുടെ കാലാവധി, പലിശയുടെ ശതമാനം, ആ പലിശ എങ്ങനെയാണ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ തിരിച്ചടച്ച, ഇതുപോലെ ഫോർക്ലോഷർ ചാർജസ് ഉണ്ടോ ഇല്ലയോ, ഗ്യാരണ്ടർ ഉണ്ടോ, സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്ര വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അടവ് എത്രയാണ്, ഓരോ തവണ എത്ര അടയ്ക്കണം, എത്ര തവണയായിട്ട് അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും ഇടപാടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഇത് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്താൽ പോലും ആ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ പിന്നീട് ഇമെയിലായിട്ടോ അല്ലെങ്കിൽ പ്രിൻ്റ് ഡോക്യുമെൻ്റ് ആയിട്ടോ വീണ്ടും ഇടപാടുകാർക്ക് കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് ഈ കീ ഫാക്ടർ സ്റ്റേറ്റ്മെൻറ്റ്. കീ ഫാക്ടർ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട കീ ഫാക്ടർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വായ്പകൾക്കാണ്, വായ്പ എടുക്കുന്ന ഇടപാടുകാർക്കാണ്. അതിപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണിക് ബാങ്കിങ് ആണെങ്കിലും അല്ലെങ്കിലും കൊടുക്കണം, എല്ലാതരം ഇടപാടുകാർക്ക് ഇത് കൊടുക്കണം. അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന വായ്പയുടെ തുക മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോർക്ലോഷർ ചാർജസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് പറയണം, അത് എത്രയാണെങ്കിൽ എത്രയാണെന്ന് പറയണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പലപ്പോഴും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റുകൾ നമ്മൾ കാണാം 3.5% പെർ മന്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആളുകൾ വിചാരിക്കുന്നത് 3.5% പലിശയാണെന്നാണ്. യഥാർത്ഥത്തിൽ 3% അല്ല, അത് എത്ര പെർസെൻറ്റാണ് മാറുന്നത്, 3 ആയിരിക്കും 36%, പിന്നെ വരുന്ന 42% ഇൻട്രസ്റ്റ് ആണ്. 3.5% മന്ത്ലി ഇൻട്രസ്റ്റ് പെർ മന്ത് എന്ന് പറയുമ്പോൾ അത് വാർഷിക അടിസ്ഥാനത്തിൽ 42% പലിശയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് കീ ഫാക്ടർ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ 3.5 എന്ന് എഴുതിയാൽ മാത്രം പോരാ, ആനുവലൈസ്ഡ് ആയിട്ട് 42% ഉണ്ട് എന്നും കൂടെ കാണിക്കണം. അപ്പോൾ അതാണ് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കൊടുക്കുന്നതിനാണ് നമ്മൾ കീ ഫാക്ടർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഡോക്യുമെൻ്റ് എല്ലാം ഇടപാടുകൾക്ക് കൊടുക്കും വേണം. അപ്പം ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും പൂർണ്ണമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി
ബാങ്കുകൾ ഇടപാടുകാരുടെ കാര്യത്തിൽ കാണിക്കണം എന്നാണ് RBIയുടെ നിബന്ധന. ബാങ്കിൽ ഈ മിനിമം ബാലൻസ് ആവറേജ് സൂക്ഷിക്കുന്ന കാര്യത്തിലും RBI ഈ പുതിയ കുറച്ച് നിബന്ധനകൾ അല്ലെങ്കിൽ പുതിയ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾ ബാങ്ക് ഇടപാടുകാർക്ക് അതിൽ നിന്ന് നേട്ടമെടുക്കാൻ പറ്റുക? പ്രത്യേകിച്ചും ഇപ്പം നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒന്ന് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ ഒരുപക്ഷേ കുറച്ചും കൂടെ നേട്ടം കിട്ടുമായിരിക്കും. അത് എങ്ങനെയാണ്? ഇടപാടുകാരുടെ പൊതുവേ ഉള്ള ഒരു വിഷമം അല്ലെങ്കിൽ ചില സമയത്ത് ഒരു പരാതിയായിട്ടും വരുന്നത്, ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് ചാർജ് പിടിച്ചിരിക്കുന്നു, മിനിമം ബാലൻസ് വെക്കാത്തതിൻ്റെ ചാർജ് പിടിച്ചിരിക്കുന്നു എന്നാണ്. പലപ്പോഴും ഇടപാടുകാർ പറയും, മിനിമം ബാലൻസ് എത്രയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എനിക്കറിയാൻ വയ്യായിരുന്നു, അല്ലെങ്കിൽ എന്നോട് അത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ രീതിയിലുള്ള വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഈ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്, BSBDA, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്, അത്രയുള്ള ഈ നമ്മൾ സാമ്പത്തിക രീതിയിൽ അല്പം താഴെ നിൽക്കുന്ന ആൾക്ക് ഉള്ളവരാണ്, അവർക്ക് 0 ബാലൻസ് അക്കൗണ്ട് പോകും, അവർക്ക് ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് എന്ന് പറയുന്ന ചാർജ് പിടിക്കാൻ പാടില്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാങ്കുകൾ പൊതുവേ അതിന് ചാർജ് പിടിക്കുന്നതുമില്ല. പിന്നെ അതിന് കൊടുത്തിരുന്ന സൗകര്യങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കണം. ചോദിച്ചോട്ടെ, ഈ സാലറി അക്കൗണ്ടും അതേ കാറ്റഗറിയിൽ? സാലറി അക്കൗണ്ട് നമ്മൾ മിനിമം ബാലൻസ് വേണ്ട എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളതല്ല. സാലറി അക്കൗണ്ടുകൾ കിട്ടാൻ വേണ്ടി ബാങ്കുകൾ സാലറിയുടെ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ഓഫറാണ്. ഒരു സാലറി അക്കൗണ്ടിൽ 0 ബാലൻസ് കൊടുക്കണമെന്ന് RBI നിർബന്ധം പറയണമെന്നില്ല, അതൊരു ബിസിനസിൻ്റെ ഡിസിഷനാണ്. അപ്പുറത്തുള്ളത് BSBDA അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് വെക്കേണ്ട എന്ന് പറയുന്നത് അത് റെഗുലേറ്ററുടെ നിയമമാണ്, അതിൽ വെക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ എന്നാലും രണ്ട് സ്പിരിറ്റ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഏതായാലും അങ്ങനെ BSBDA അക്കൗണ്ട് ആണെങ്കിൽ മിനിമം ബാലൻസ് വെക്കേണ്ടതില്ല. മിനിമം ബാലൻസ് വെക്കാത്ത BSBDA അക്കൗണ്ടുകളിൽ നേരത്തെ കൊടുത്തിരുന്ന ചില സൗകര്യങ്ങൾ പോരാ, കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്കുകൾ കൊടുത്തു വരുന്നുണ്ട്. അതേസമയം മിനിമം ബാലൻസ് ആർക്കാണ് ശരിക്കും ഗുണം ചെയ്യുക? ഈ സർക്കാരിൻ്റെ സ്കീമിൽ നിന്നുള്ള തുക വരുന്നവർ, അതല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അങ്ങനെയുള്ള? അങ്ങനെ അതായത് നമുക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തണം എന്ന് ആവശ്യമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ DBS ഡയറക്റ്റ് ബെനിഫിറ്റ്, DBS സ്കീമിൽ, അതുപോലെ പെൻഷൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റുകൾ വരുന്നത്, വെൽഫെയർ സ്കീം വഴി വരുന്നത്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള, അതായത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ട, ഇതുപോലെയൊക്കെ ചെറിയ ആളുകൾ ബെനിഫിറ്റൊക്കെ വരുന്നില്ലെന്നൊക്കെ ജീവിച്ചു പോകുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്കാണ് BSBDA അക്കൗണ്ടുകൾ തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ചില പരിധികളുണ്ട്. അതായത് അവർക്ക് വലിയ ലക്ഷക്കണക്കിന് വലിയ ഇടപാടുകളൊന്നും നടത്താൻ പറ്റുന്നില്ല ആ അക്കൗണ്ടിൽ. അതിനെന്താ വെച്ചാൽ അത്രയും ഇടപാടുകൾ അവർക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കൂടുതലായിട്ടുള്ളൊരു ബെനിഫിറ്റോട് കൂടിയ ഒരു സ്കീം കൊണ്ടുവന്നിട്ട്. അപ്പോൾ അവിടെ നമുക്ക് മിനിമം ബാലൻസിൻ്റെ കാര്യങ്ങളില്ല, അവിടെ മിനിമം ബാലൻസ് ചാർജസ് എടുക്കലുമില്ല. അങ്ങനെ അല്ലാത്ത, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സാലറി അക്കൗണ്ടുകൾക്ക് വേണ്ട എന്ന് ബാങ്കുകൾ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത്, നമുക്ക് സ്റ്റുഡൻസിൻ്റെ മൈനേഴ്സിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ വേണ്ട എന്നൊക്കെ ചില ബാങ്കുകൾ പറയാറുണ്ട്. അത് മൈനേഴ്സിൻ്റെ അക്കൗണ്ട് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. മൈനേഴ്സിൻ്റെ അക്കൗണ്ടിൽ വേണ്ട എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടല്ല, അതൊരു ബിസിനസ് കോളാണ്. മറ്റേത് റെഗുലേറ്റർ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇതല്ലാത്ത അക്കൗണ്ടുകളിലെല്ലാം തന്നെ ബാങ്കുകൾ പൊതുവെ നിങ്ങൾ മിനിമം ബാലൻസ് 1000 രൂപ വേണം, അല്ലെങ്കിൽ 5000 രൂപ വേണം, 10000 രൂപ വേണം, അങ്ങനെ ഓരോ ബാങ്കുകളുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള അക്കൗണ്ടുകൾ അതിൻ്റേതായിട്ടുള്ള ചില ഫെസിലിറ്റീസും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ 1000 രൂപ വയ്ക്കുന്ന അക്കൗണ്ടിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാവും 10000 വെക്കുന്ന ആളുകൾക്ക്, അതില്ലെങ്കിൽ അതിന് കൂടുതൽ വെക്കുന്ന ആൾക്കുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ മിനിമം ബാലൻസ് വെച്ചില്ലെങ്കിൽ ഓരോ മാസവും ഇത്ര ചാർജസ് ബാങ്കുകൾ എടുക്കും, മിനിമം ബാലൻസ് വെക്കാത്തതിനുള്ള ചാർജസ് എടുക്കും എന്ന് പറയുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ ബാങ്കിൻ്റേതാണ്. അതുപോലെ തന്നെ ഓരോ അക്കൗണ്ടിലും എത്രമാത്രം മിനിമം ബാലൻസ് വെക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു അതാത് ബാങ്കുകളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് മിനിമം ബാലൻസ് ബാങ്കുകൾ എടുക്കുന്നത് കുറിച്ചിട്ടുള്ള പരാതികളും അതുമായിട്ടുള്ള ഡിസ്കഷൻസൊക്കെ മുന്നോട്ട് പോയി. അതുകൂടാതെ ചില ബാങ്കുകൾ ഇടക്കാലത്ത് വെച്ചുകൊണ്ട് മിനിമം ബാലൻസ് തന്നെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കളഞ്ഞു ചില ബാങ്കുകൾ. അപ്പോൾ ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിൽ ഇടപാട് തുടങ്ങണമെങ്കിൽ വലിയ തുക മിനിമം ബാലൻസ് വെക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള സംവിധാനം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ചിട്ടൊരു തോട്ട് പ്രോസസ്സ് എമർജ് ചെയ്ത് വന്നിരിക്കുകയാണ്. തീരുമാനങ്ങളായിട്ടില്ല. ബാങ്കുകളിൽ മിനിമം ബാലൻസിനെ കുറിച്ചിട്ടുള്ള എത്ര മിനിമം ബാലൻസ് വേണം, അഥവാ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ എത്ര ആയിരിക്കണം മിനിമം ബാലൻസ് ചാർജസ് ബാങ്കുകൾ എടുക്കാൻ കഴിയുക, അത് ഏതെല്ലാം നിബന്ധനകളോട് കൂടി ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഡിസിപ്ലിൻ ആ കാര്യത്തിൽ കൊണ്ടുവരാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തോട്ട് പ്രോസസ്സിലിരിക്കുകയാണ്. അത് നമ്മൾ പറയുന്ന പോലെ പൈപ്പ് ലൈനാണ്. അത്തരം ഒരു ഡിസിഷൻസ് എല്ലാം ഉടനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടപാടുകാരുടെ അല്ലെങ്കിൽ
നിക്ഷേപകരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റെഗുലേറ്ററുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഒരു തീരുമാനങ്ങൾ വൈകാതെ ഉണ്ടാവും, ഒരു യൂണിഫോമിറ്റി ആ കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാറ് റിസർവ് ബാങ്കിൻ്റെ തർക്കപരിഹാര സമിതിയിലുള്ള ഒരു ഓംബുഡ്സ്മാനാണ്. സാധാരണ എന്തൊക്കെ തരം തർക്കങ്ങളാണ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ബാങ്കുമായിട്ട് സാധാരണക്കാർക്ക് ഇടപാടുകാർക്ക് ഉണ്ടാവുക? ബാങ്ക് ഇടപാടുകാരുടെ അല്ലെങ്കിൽ പരാതികൾ, തർക്കങ്ങളേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പരാതികൾ, ഗ്രീവൻസസ് ഏത് രീതിയിലുള്ള സർവീസുകളെ ബന്ധപ്പെടുത്തിയും ഉണ്ടാവാം. ഇപ്പം ഒരു ബ്രാഞ്ചിലേക്ക് ചെന്നിട്ട് ഒരു കാര്യത്തിന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ കൂടുതൽ സമയം താമസം ഉണ്ടായി, അത് ഒരു പരാതിയായിട്ട് വരാം. അല്ലെങ്കിൽ അവിടെ ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാർ സംസാരിച്ചത് ശരിയായ രീതിയിലല്ല, പ്രൊഫഷണലായിട്ടല്ല സംസാരിച്ചത്, അത് ഒരു പരാതിയായിട്ട് വരാം. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്കുകൾ ചാർജ് എടുത്തിരിക്കുന്നതിനെ കുറിച്ചിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലോൺ ചോദിച്ചപ്പോൾ എനിക്ക് ലോൺ തന്നില്ല എന്നുള്ള പരാതികളുണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ലോൺ തന്നില്ല എന്നുള്ളൊരു പരാതി ഇതിൻ്റെ ഉള്ളിൽ വരുന്നതല്ല അത്, പക്ഷേ എന്നാലും അങ്ങനെ പരാതികൾ തരുന്നവരുണ്ട്. ചിലപ്പോൾ ബാങ്കുമായിട്ടുള്ള കരാറ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പലിശ ശതമാനം അല്ല ബാങ്കുകൾ എടുത്തിരിക്കുന്നത് എന്നുള്ള പരാതികളുണ്ടാവാം. അപ്പോൾ അങ്ങനെ ബാങ്കിൻ്റെ സർവീസിൻ്റെ ഡെഫിഷ്യൻസി, സേവനത്തിലുള്ള പോരായ്മകളെ കുറിച്ചിട്ടുള്ള ഏത് തരം പരാതികളും ഈ പരാതി പരിഹാര സംവിധാനത്തിൽ വരുന്നതാണ്. അവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ബാങ്കിനൊരു വായ്പയ്ക്ക് അപേക്ഷിച്ചപ്പോൾ ബാങ്ക് എനിക്ക് വായ്പ തന്നില്ല എന്ന് പറയുന്ന കാര്യം മാത്രമാണെങ്കിൽ അത് ഇതിൻ്റെ പെർവിൽ വരുന്നതല്ല. കാരണം മറ്റൊരാൾക്ക് വായ്പ കൊടുക്കണമോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാനും അതാത് ബാങ്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പോളിസി നയങ്ങളുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് തീരുമാനിക്കാം. അതേസമയം ആർബിട്രറി ഡിസിഷൻ ആവാൻ പാടില്ല. അതായത് രണ്ട് ഇടപാടുകാർ വന്നു, രണ്ട് ഇടപാടുകാരുടെയും എലിജിബിലിറ്റി, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് തന്നെയാണ് അവർക്ക്. പക്ഷേ ഒരാൾക്ക് ബാങ്കുകാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൊടുത്തു, മറ്റാൾക്ക് ബാങ്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൊടുത്തില്ല. അങ്ങനെയുള്ള രീതിയിൽ പറ്റില്ല. ആർബിട്രറി ഡിസിഷൻസ് പറ്റില്ല. റീസണബിളായിരിക്കണം, റേഷണലായിരിക്കണം. നമ്മൾ നിലവിലുള്ള നയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ കാരണം പറയണം വായ്പ നിരസിക്കാൻ എന്ന് മാത്രം. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ, സേവനങ്ങളിലെ പോരായ്മകളെല്ലാം തന്നെ ഈ പരാതി പരിഹാര സംവിധാനത്തിൽ കസ്റ്റമേഴ്സ് വരും. അത് നമുക്ക് പരിഹരിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്കീമിൻ്റെ ഉള്ളിലും അതാത് ബാങ്കുകളിൽ പ്രവർത്തിക്കുന്ന ഇൻറ്റേർണൽ ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്ന സ്കീമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ അത്തരം പരാതികളൊക്കെ നമ്മൾ പരിശോധിച്ച് അതിനൊരു പരിഹാരം കൊടുത്തു വരുന്നത്. ഒരൊറ്റ കാര്യം കൂടി, ഈ ഡിജിറ്റൽ ബാങ്കിങ് രീതിയിൽ നമ്മളിപ്പം ATM ൽ നിന്ന് പണം എടുത്തെന്ന് വയ്ക്കുക, ATM ൽ നിന്ന് പണം പോയി, പക്ഷേ നമുക്ക് പണം കിട്ടിയില്ല. അങ്ങനെയൊക്കെ ചില തർക്കങ്ങൾ വരാറുണ്ട്. ഈ സമയത്ത് അതിൻ്റെ പെനാൽറ്റി അല്ലെങ്കിൽ അതിന് നിശ്ചിത ദിവസത്തിനകം ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പലിശ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ്. അതേക്കുറിച്ചൊന്ന് പറയാം. അതായത് നമ്മൾ ATM ആയിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഒരു പരാതികളുണ്ടാകും. അതിലൊരു പരാതിയാണ് ഈ പണം കിട്ടിയില്ല. അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ആ പരാതി തീർത്ത് കൊടുക്കണം എന്നാണ്. അങ്ങനെ തീർത്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ ഇടപാടുകാരന് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ തരം പരാതികൾക്കും അതിൻ്റേതായിട്ടുള്ള ചില കോമ്പൻസേഷനെല്ലാം കൊടുക്കണം എന്ന് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വായ്പ അവസാനിപ്പിച്ചു, എന്നിട്ട് ആധാരം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ 30 ദിവസത്തേക്കാൾ കൂടുതൽ താമസം വന്നു കഴിഞ്ഞാൽ താമസം ഉണ്ടാകുന്ന ഓരോ ദിവസത്തേക്കും 5000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ സേവനങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകൾക്ക് ഇപ്പോൾ ആ പോരായ്മകൾ നികത്തി കൊടുക്കണം എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള പരാതികൾക്കും അതിൻ്റേതായിട്ടുള്ള നഷ്ടപരിഹാരവും കൊടുക്കണമെന്നുള്ള രീതിയിലും കൂടെ ഇതിൻ്റെ ഈ സംവിധാനത്തിലുള്ളതാണ്. അപ്പോൾ അതിൻ്റേതും കൂടെ ഒരു ഇടപാടുകാർക്ക് അത്തരം അവസരങ്ങളില്ലാതെ തന്നെ അതിൻ്റെ സമയബന്ധിതമായിട്ട് ആ ഒരു പരാതിയോ അല്ലെങ്കിൽ അവകാശങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ ലഭിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതി കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു സ്കീമിൻ്റെ ഉള്ളിലുള്ള കോമ്പൻസേഷനും കൂടെ അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം അതിൻ്റെ ഓരോ കാര്യങ്ങളുടെയും മെറിറ്റ് അനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ അതും കൂടെ ഇപ്പോൾ ഉള്ളതാണ്. ATM വിഡ്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോൺ തിരിച്ചടച്ചിട്ട് ആധാരമായ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാത്ത കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും എല്ലാം ഇതുപോലെയുള്ളൊരു കോമ്പൻസേഷനും കൂടെ ഇപ്പോൾ ഈ പരാതി പരിഹാര സംവിധാനത്തിൽ ഉണ്ട്. എന്തായാലും 2026 RBI ബാങ്ക് ഇടപാടുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം കുറയുന്നു എന്ന് കരുതി വിഷമിക്കുന്ന നമ്മുടെ ഇടപാടുകാർക്ക് ഒരുപാട് ആശ്വാസമേകുന്ന തീരുമാനങ്ങളായിരിക്കും ഇവിടെ. നന്ദി സർ. തീർച്ചയായും. താങ്ക് യു വെരി മച്ച്.